ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കേരളത്തിൽ ഹെറോയിൻ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണി പിടിയിലായി. അസം നാഗൌൺ സ്വദേശി ഷെഫീഖുൽ ഇസ്ലാം എന്നയാളെയാണ് ജില്ലാ പോലീസ് മേധാവി KS സുദർശൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. അങ്കമാലിയിൽ ലക്ഷങ്ങൾ വില വരുന്ന 609 ഗ്രാം ഹെറോയിനുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ തുടരന്വേഷണത്തിലാണ് ഇയാൾ വലയിലായത്. മയക്കുമരുന്ന് കച്ചവടക്കാർക്കിടയിൽ ദാദ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് ഇയാൾ. കേരളത്തിൽ വന്നിട്ട് 10 വർഷത്തോളമായി. പല പ്ലൈവുഡ് കമ്പനികളിലും ജോലി ചെയ്തു. പിന്നീട് ആക്രി കച്ചവടമായിരുന്നു. തുടർന്ന് മയക്കുമരുന്ന് വ്യാപാരത്തിലേക്ക് മാറുകയായിരുന്നു. ഇയാൾ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. ആസാമിലേക്കും കൊച്ചിയിലേക്കും വിമാനമാർഗമാണ് സഞ്ചരിച്ചിരുന്നത്. ആസാമിൽ നിന്നും 30,000 രൂപയ്ക്ക് എത്തിക്കുന്ന ഒരു ബോക്സ് ഹെറോയിൻ ഇവിടെ 80,000 രൂപ മുതൽ 1,00,000 രൂപ വരെ വിലയ്ക്കാണ് വിൽപ്പന നടത്തിയത്. കൂടാതെ ചെറിയ ബോട്ടിലുകളിൽ നിറച്ചും ഒരു ബോട്ടിലിന് 1000 രൂപ നിരക്കിൽ വിൽപ്പന നടത്തിയിരുന്നു. പെരുമ്പാവൂരായിരുന്നു ഇയാളുടെ പ്രധാന മേഖല. ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇയാൾ വീടുകൾ വാടകയ്ക്കെടുത്തിരുന്നു. പോലീസിൻ്റെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഇടങ്ങളിലായിരുന്നു വീടുകൾ തിരഞ്ഞെടുത്തിരുന്നത്. പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി ഭാഗത്ത് ഇയാൾ വാടകയ്ക്കെടുത്തിരുന്ന വീട്ടിൽ നിന്നും 2 ചാക്കുകളിലായി മയക്കുമരുന്ന് നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന 100 കണക്കിന് ചെറിയ ബോട്ടിലുകൾ പോലീസ് കണ്ടെത്തി. ആക്രി കച്ചവടത്തിൻ്റെ മറവിൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയിരുന്ന ഇയാളുടെ അക്കൗണ്ടുകളിലൂടെ ലക്ഷങ്ങളുടെ ഇടപാടാണ് നടന്നിട്ടുള്ളത്. അസമിൽ നിന്നും കാർ മാർഗം മയക്കുമരുന്ന് കടത്തുന്ന ഇയാളുടെ 3 അംഗ സംഘമാണ് നേരത്തെ അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലായത്. കാറിൻ്റെ രഹസ്യ അറകളിൽ ബാഗുകളിൽ സോപ്പ് പൊട്ടി ബോക്സുകളിൽ ആക്കിയായിരുന്നു ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത്. അസം രജിസ്ട്രേഷനിലുള്ള കാറായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ജില്ലയിൽ ഇത്രയും വലിയ ഹെറോയിൻ വേട്ട നടത്തിയത്. പെരുമ്പാവൂർ ASP ഹാർദിക് മീണ, ആലുവ DYSP N ബാബുക്കുട്ടൻ, നെടുമ്പാശ്ശേരി ഇൻസ്പെക്ടർ BK അരുൺ, SI മാരായ KP വിജു, ജിഷ്ണു രാജു, ASI PA അബ്ദുൾ മനാഫ്, സീനിയർ CPOമാരായ TA അഫ്സൽ, ബെന്നി ഐസക്, അജിത തിലകൻ, റോബിൻ ജോയ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അങ്കമാലി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. പെരിയാർ വിഷനു വേണ്ടി അബ്ദുൾ ഖാദർ വേരയിലിനൊപ്പം രാജൻ തിരുവല്ലൂർ.